ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശം മനസ്സിലാക്കുവാണ് തൻ്റെ മോൻ ഒരു പെരും കള്ളനാണ്. പെരും കള്ളൻ മാത്രമല്ല, എന്തൊക്കെ തെറ്റ് ചെയ്യാമോ അതൊക്കെ അവൻ ഈ പ്രായത്തിൽ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തനിക്ക് ഇങ്ങനത്തെ ഒരു മോനെ വേണ്ട എന്ന് പ്രകാശൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ കോടതി റൂമിൽ വെച്ചിട്ട് പ്രകാശൻ നമ്മുടെ വിക്രത്തെ ഉപേക്ഷിക്കുവാട്ടോ. അതാണ് പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് പ്രകാശൻ വിക്രത്തിനെ അങ്ങനെ കോളറെ കയറി പിടിച്ചിട്ട് നിന്നെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉപേക്ഷിച്ച് പോണത്. പ്രകാശിൻ്റെ ആ ഒരു ഇരിപ്പൊക്കെ കാണുമ്പോഴേക്കും കല്യാണിക്കും അതുപോലെ തന്നെ സോണിക്കും കിരണിനും ശരണ്യക്കൊക്കെ ചിരിയാ വരുന്നത്. കാരണം ഈ ഒരു അവസ്ഥ അയാൾ തന്നെത്താനെ ചോദിച്ചു വാങ്ങിച്ചതാണ് എന്നുള്ളത്. പെൺമക്കളെ വെറുക്കുന്ന എല്ലാ അച്ഛനും ഇതൊരു ശിക്ഷയാവട്ടെ എന്ന് കല്യാണിയും വിചാരിക്കുവാണ്. അങ്ങനെ നമ്മുടെ പ്രകാശിന് ആകെ കുഴഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചോദിക്കണ്ടേ, എന്താടാ ഞങ്ങളുടെ മോനെ നീ കൊണ്ടുവന്നില്ലടാ, എവിടെടാ മോൻ എവിടെടാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവൻ്റെ പേരിനിടെ പറഞ്ഞു പോരുത്, അമ്മക്കറിയാവോ അവൻ ചെയ്യാത്ത തെറ്റുകളില്ല. ആ ശരണ്യ ഉണ്ടല്ലോ, അവൾ എന്തിനാ അവനെ കല്യാണം കഴിച്ചതെന്നറിയാവോ? അവളുടെ ഭർത്താവിന് കിടപ്പ് രോഗി, അതായത് കിടന്ന കിടപ്പിലാക്കിയത് നമ്മുടെ വിക്രമാണമ്മേ എന്ന് പറയുന്നത്. നീ എന്തൊക്കെയാണ് പ്രകാശ് പറയണത്? അതെ, അവളെ ഭർത്താവിൻ്റെ തലക്കടിച്ച് അരക്ക് കീഴ്പോട്ട് തളർന്നു. ആ പാവം കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റില്ല എനിക്കാണെങ്കിൽ പോലും. ആ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ട അവൾ വിക്രത്തെ കല്യാണം കഴിച്ചത് തന്നെ എന്ന് പറയുവാണ്. പക്ഷെ എന്നാലും നമ്മുടെ മുത്തശ്ശി അതിനൊന്ന് കൂട്ടു നിൽക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നീ നമ്മുടെ മോനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, അവൻ എങ്ങനെയെങ്കിലൊക്കെ ഇറക്കണോടാ എന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ട, എങ്ങനെ ഇറക്കണമെന്ന് ഞാൻ എന്തായാലും അവൻ്റെ പുറകിൽ പോവില്ല. അങ്ങനത്തെ ഒരു മോൻ എനിക്കില്ല. കല്യാണി എന്നുള്ള മോളെ ഉപേക്ഷിച്ച പോലെ തന്നെ വിക്രം എന്നൊരു മോനെ ഞാൻ ഉപേക്ഷിച്ചു അമ്മ. ഇനി ആർക്ക് വേണ്ടാമെന്ന് നമ്മൾ ജീവിക്കണം, നമുക്കങ്ങോട്ട് തീരാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പ്രകാശിനെ വഴക്ക് പറയണം. നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം, എനിക്ക് എൻ്റെ മോനെ വേണം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തുന്ന ശരണ്യ, എന്തായാലും വിക്രം ഇവിടെയില്ല, വിക്രം ജയിലിലായി, അവൻ എൻ്റെ ഭർത്താവ് ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ നിന്നത്, ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയാണ്. അങ്ങനെ പ്രകാശിൻ്റെ അമ്മേനെ ശരണ്യ അവിടെ നിന്ന് പറഞ്ഞയക്കുവാട്ടോ. അവരെവിടെ പോകാനാ, എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ. കാരണം കാദംബരിയും രതീഷും എന്തായാലും അവരുടെ വീട്ടിൽ കേട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ അടുത്താഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.